Hello friends, welcome to Chinese Food Tech and Travel. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു പുതിയൊരു ഐറ്റം ആയിട്ടാണ് വരുന്നത്. എന്തായിട്ടാണെന്നല്ലേ? അതായത് നിങ്ങൾക്ക് ഇത് ഇപ്പോൾ കാണാൻ പറ്റുക. ഇതൊന്ന് നോക്കിയേ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? അവിടെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട്, പനീർ. ഓക്കെ, അപ്പോൾ പനീറാണ് നമ്മുടെ ചെറിയൊരു പീസ് പനീറാണ്. പനീറാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന ഐറ്റം. ഇത് ഒരു ചൈനീസ് ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് നമ്മൾ പേര് കൊടുക്കുന്നത് പനീർ മഞ്ചൂരിയൻ എന്നാണ്, അല്ലെങ്കിൽ നമുക്ക് മിക്സ് വെജ് മഞ്ചൂരിയൻ എന്നും പറയാം. കാരണം നമ്മൾ ഒരുപാട് വെജിറ്റബിൾസ് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നമ്മൾ കൂട്ടുന്നുണ്ട് വിത്ത് പനീർ. ഓക്കെ, മിക്സ് വെജ് വിത്ത് പനീർ എന്ന് പറയാം, പനീർ മഞ്ചൂരിയൻ എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്കിത് പനീർ മാത്രം വെച്ച് ചെയ്തെടുക്കാം. പക്ഷെ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ വേണ്ട വരും പനീറിന്റെ. ഇപ്പൊ ഞങ്ങളുടെ കയ്യിൽ പനീറിന്റെ ക്വാണ്ടിറ്റി കൂടുതലില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള വെജിറ്റബിൾസും കൂട്ടി അതിന്റെ കൂടെ പനീർ കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം തന്നെ എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് കോൺ എടുത്തിട്ടുണ്ട്. നല്ല ചോളം നമ്മൾ വാങ്ങിച്ചതാണ്, നല്ല പച്ച ചോളം, നല്ല ചോളമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റിലാണ്. ഇതിന്റെ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു എപ്പിസോഡിൽ ഞാൻ ഉണ്ടല്ലോ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് നമ്മുടെ കോൺ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് കാണിച്ചു തരാം. നല്ല മുളകും ഇട്ടിട്ട് ഇനി നമ്മളിവിടെ ബുട്ടാന്ന് പറയാം. അതായത് ഈ കോൺ അങ്ങനെ ഉണ്ടല്ലോ, നല്ല ചൂടാക്കിയിട്ടൊക്കെ കിട്ടും. അതൊക്കെ ഞാൻ ഒരു ഇതിൽ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം അതെങ്ങനെ ചെയ്യേണ്ടതെന്ന്. നല്ല മുളകൊക്കെ ഇട്ട് അടിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ കോൺ എടുത്തിട്ടുണ്ട്, പിന്നെ അതാ പനീറുണ്ട്, അതുപോലെ കുറച്ച് കാബേജ് എടുത്തിട്ടുണ്ട്, കുറച്ച് ഉള്ളി ഉണ്ട്. രണ്ട് തരത്തിലുള്ള ഉള്ളി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഒന്ന് അവസാനം ചേർക്കുന്നതിന് വേണ്ടിയിട്ടാണ്, പിന്നെ ഒന്ന് ആദ്യം തന്നെ ഈ മഞ്ചൂരിയൻ ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഒനിയൻ ഉണ്ട്, പച്ചമുളകുണ്ട്, അതുപോലെ തന്നെ മല്ലിയിലയുണ്ട്, പിന്നെ നമ്മുടെ സാധാരണ മഞ്ഞൾപ്പൊടി, ഇത് മുളക് പൊടിയാണ്, പിന്നെ നമ്മുടെ കുറച്ച് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു മിക്സാണ്. ഇതിപ്പോൾ ഞാൻ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ കുറച്ച് കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്, കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് നമ്മുടെ ഗ്രീൻ ചില്ലി സോസ് ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് റെഡ് ചില്ലി സോസ് ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് നമ്മുടെ ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടുണ്ട്. അതൊക്കെ കൂടിയിട്ടുള്ള ഒരു മിക്സ്ചറാണ് ഇത്. അപ്പോൾ ഞാനതൊരു കോൺഫ്ലവർ ആയതുകൊണ്ട് ഞാനത് കുറച്ച് കലക്കി വെള്ളമാക്കി വെച്ചിട്ടുള്ളതാണ്. കോൺ എടുത്തിട്ടുണ്ട്, അതിന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഓക്കെ, ഇങ്ങനെ എടുത്തിട്ട് ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം. അതെന്താ വെച്ചാൽ നല്ല കുഴഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് നമ്മുടെ ഈ കാബേജ് ഇട്ട് കൊടുക്കാം. കാബേജ് മുഴുവനായും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ത് വേണം, നമ്മുടെ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഞാൻ മുഴുവനായും ചേർത്തിട്ടുണ്ട്. ഓക്കെ, ഇത് മൂന്നൊന്ന് ചേർത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കുക. ഇനി എന്ത് വെച്ചാൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 2 സ്പൂൺ നമുക്ക് കടലപ്പൊടി ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ കടലപ്പൊടി, ഒരു 1.5-2 സ്പൂൺ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതും ഒന്ന് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൺഫ്ലവർ, ഈ കോൺഫ്ലവർ മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 2-3 സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഒരു 3 സ്പൂൺ കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്. വെള്ളം ആവശ്യമായി വരില്ല, കാരണം കോണെന്നൊക്കെ ഉണ്ടല്ലോ വെള്ളം നല്ലവണ്ണം ജനറേറ്റ് ആവും. അപ്പോൾ വെള്ളം അത്യാവശ്യമാണെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മാത്രം ചേർത്താൽ മതി. മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടി മാത്രമാണ്. കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ. ഇതിപ്പോൾ കാശ്മീരി ചില്ലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് എരിവ് കൂടുതലുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. എരിവ് കൂടുതൽ വേണ്ട എന്നുള്ളത് കൊണ്ട് അപ്പോൾ ഇതൊന്ന് നല്ലവണ്ണം ഇനി കുഴച്ചെടുക്കാം. ഇനി ഇതിലോട്ടേക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എടുത്തു വെച്ചിട്ടുള്ള പനീർ ക്രഷ് ചെയ്ത് ചേർക്കാവുന്നതാണ്. ചെറിയ ചെറിയ പീസായി ഇങ്ങനെ ഉടച്ച് ചേർക്കാം. ഒന്ന് കുഴച്ചതിന് ശേഷം ഉണ്ടല്ലോ നിങ്ങളൊന്ന് ഉപ്പ് നോക്കണം. എരിവ് വേണമെങ്കിൽ എരിവ് നോക്കിക്കോ. എരിവ് കൂടുതൽ വേണമെന്നില്ല, കാരണം എരിവ് വേണമെങ്കിൽ നമുക്ക് പച്ചമുളക് അവസാനം വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ പനീറും കൂടി ചേർത്തപ്പോൾ നല്ല ഇതായി വന്നിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ചും കൂടി അവസാനം നമുക്ക് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എന്താണ് വേണ്ടത് വെച്ചാൽ കുറച്ച് നമ്മുടെ സ്പ്രിംഗ് ഒനിയൻ നമ്മൾ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത്രയും സ്പ്രിംഗ് ഒനിയൻ ഇട്ടിട്ടുണ്ട്. കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. നല്ലവണ്ണം ഒന്ന് കുഴക്കോ വീണ്ടും. ഇതാകുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് പച്ചമുളകും കൂടി അതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും പച്ചമുളകുണ്ട്, ഒരു പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് എരിവ് കുറച്ചിട്ട് ചെയ്താൽ മതി. പച്ചമുളക് ഇപ്പോൾ ചേർക്കണമെന്നില്ല, അവസാനം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇപ്പോൾ നമ്മുടെ
ഈ നല്ല മിക്സർ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പനീറും നമ്മുടെ കോണും, അതായത് സ്വീറ്റ് കോണും, പിന്നെ പച്ചമുളകും സ്പ്രിംഗ് ഒനിയനും, പിന്നെ എന്താണ് ഇതിൽ ക്യാബേജും ഉള്ളിയും ഒക്കെ ചേർത്തിട്ടുള്ള നല്ല ഇത് റെഡി ആയിട്ടുണ്ട്. ഇവിടെ മിക്സർ കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക് ഇതിൻ്റെ പവർ ഉണ്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടയാക്കിയിട്ട് നമ്മൾ പൊരിച്ചെടുത്തിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഇത് വറുത്തെടുക്കാനായിട്ട് നമ്മളൊരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം വെച്ചതിന് ശേഷം അത് ചൂടായതിനു ശേഷം നമുക്ക് എണ്ണ അതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ഡീപ് ഫ്രൈ ടൈപ്പിലാണ് നമുക്കിത് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ കുറച്ചധികം എണ്ണ ആവശ്യമായിട്ട് വരും. ഇത്രയും മതിയാവും. ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഉപയോഗിക്കാം, പിന്നെ എടുത്തു. ഓക്കെ. അപ്പോൾ ഇനി നമ്മളിതാ ഇതിനെ നമ്മൾ ഈ ആക്കി വെച്ചിട്ടുള്ള നമ്മുടെ മിശ്രിതത്തിന് നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കൂട്ടിനെ നമ്മൾ ഇതേപോലെ ബോൾസ് ആക്കി മാറ്റുകയാണ്. കണ്ടോ, ഓരോരോ കുഞ്ഞു ബോൾസ് ആക്കി മാറ്റാം. ഇതിപ്പോൾ നമ്മളിപ്പോൾ കണ്ടില്ലേ, ഒരു 5 മിനിറ്റ് കൊണ്ടാണ് ഈ ഒരു കൂട്ടുണ്ടാക്കിയിട്ടുള്ളത്. കാരണം സാധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കൂടുതൽ സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല. സാധാരണ ഇതിപ്പം നിങ്ങൾ കോൺഫ്ലവർ ചേർക്കുന്നില്ലെങ്കിൽ വെറും കടലപ്പൊടി ചേർത്താലും മതി. കോൺഫ്ലവർ ആകുമ്പോൾ കുറച്ചൊരു ക്രിസ്പി ആയിട്ട് നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റും, വറുത്തെടുക്കാൻ പറ്റും. അതിനുവേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ കോൺഫ്ലവർ ചേർത്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയാണോ സാധനങ്ങൾ ഉള്ളത് അത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു 6 ബോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കൊരു 10 ബോൾ മതിയാവും. ബാക്കിയുള്ളത് നമുക്ക് പിന്നെ ചെയ്തെടുത്താൽ മതി. നമ്മൾ ഹോട്ടലിലൊക്കെ കിട്ടുമ്പോഴുള്ള മഞ്ചൂരിയൻ നിങ്ങൾക്ക് അറിയാമല്ലോ എത്ര വലിപ്പമുള്ള ബോൾസാണ് കിട്ടുക. ഇത്രയൊന്നും വലിപ്പം ഉണ്ടാവില്ല, കുറച്ച് വലിപ്പം കുറഞ്ഞിട്ടാണ് ഉണ്ടാവുക. നമ്മളിപ്പോൾ വീട്ടിൽ നിന്നാക്കുമ്പോൾ പിന്നെ അങ്ങനെ ഒരു മീഡിയം വലുപ്പത്തിൽ തന്നെ ആക്കിയിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഇവിടെ പിന്നെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും ഐറ്റം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഇത്രയും ഒരു 10 ബോൾസാണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത്. നല്ല മഞ്ചൂരിയൻ ബോൾസ് റെഡിയാണ്. ഇനി നമുക്കിതിനെ നല്ല ചൂടായ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, ചെറുതായിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ബോൾസൊക്കെ നല്ലോണം ആയി വരുന്നുണ്ട് കേട്ടോ, നല്ല ആയി വരുന്നുണ്ട്. ഇതിൻ്റെ കളർ തന്നെ മാറി വരുന്നുണ്ടോ, ഓരോ ഭാഗവും നല്ല കളറ് പൊരിഞ്ഞ് വരുന്നുണ്ട്. ഇതിപ്പോൾ അങ്ങനെ അടിക്ക് പറ്റി പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. കുറച്ചും കൂടി ചെറിയ ബോൾസ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം ഇതിപ്പം നിങ്ങൾക്ക് വേവണമെന്നൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഇതെല്ലാം വെജിറ്റബിൾസാണ്. കാരണം ഇതൊന്ന് പുറത്തെ ഫ്രൈ ആയി കിട്ടിയാൽ മതി. കാരണം ഉള്ളിൽ പനീറാണ്, പിന്നെ ഉള്ളിയാണുള്ളത്, പിന്നെന്താണുള്ളത്, നമ്മുടെ കോണാണുള്ളത്. ഇതൊക്കെ പച്ച കഴിക്കാൻ പറ്റുന്ന സാധനമാണ്. പിന്നെ സ്പ്രിംഗ് ഒനിയനാണുള്ളത്. അപ്പോൾ എല്ലാം പച്ച കഴിക്കാൻ പറ്റുന്ന സാധനമായതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ അത് വെന്ത് ഇതാവണമെന്നൊന്നുമില്ല, കൂടുതൽ ഒന്ന് ഫ്രൈ ആയി ഇതാവണമെന്നൊന്നുമില്ല. ആവശ്യത്തിന് മാത്രം ഫ്രൈ ആയാൽ മതി. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിതൊന്ന് അങ്ങോട്ടും ഇതേപോലെ അനക്കി കൊടുക്കണം. ഇല്ല എന്താ വെച്ചാൽ ഒരു ഭാഗം കൂടുതൽ കരിഞ്ഞു പോകാനും മറ്റേ ഭാഗം ആവാതിരിക്കാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇടയ്ക്കിടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഏകദേശം നമ്മുടെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിനെ എണ്ണ കൂടുന്നതിനായിട്ട് മാറ്റി വെക്കാം. സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ മഞ്ചൂരിയൻ ആക്കി നമ്മളിപ്പോൾ ഈ നമ്മുടെ ചോളോ, അതായത് സ്വീറ്റ് കോണും അതൊക്കെ ചേർത്തിട്ടുള്ള മഞ്ചൂരിയൻ ആക്കി അത് എണ്ണയിലിട്ട് വറുത്തെടുത്തു. പിന്നെ ഇനിയിപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്ക് ഈ ആക്ച്വൽ അതിൻ്റെ ചൈനീസ് ടേസ്റ്റ് നമ്മളതിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു പാത്രം വെച്ചതിന് ശേഷം നമുക്ക് ചൂടാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിലോട്ടേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടായ എണ്ണയാണ്. ഇത്രയും എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വേണമെങ്കിൽ അവസാനം പിന്നീട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഇത്ര മതിയോ. എണ്ണ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. ഏകദേശം എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ടേക്ക് ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ട് ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതാണ് അത് ചേർത്ത് കൊടുക്കാം. ബാക്കി കുറച്ച് പച്ചമുളക് കൂടി നമുക്ക് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. കൂടുതൽ ചേർക്കുന്നില്ല, ഒരു അരക്കഷ്ണം പച്ചമുളക്. വേണമെങ്കിൽ ഒരു നുള്ളു ഉപ്പ് കൊടുക്കാം. കൂടുതലുണ്ട, കാരണം നമ്മൾ ഓൾറെഡി ഇതിൽ സോയാ സോസിൻ്റെ ഉപ്പുണ്ടാവും. പിന്നെ നമ്മൾ ഇതിൽ ഉപ്പിട്ടിട്ടുണ്ട്, കോൺഫ്ലവറും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓൾറെഡി ഉണ്ടാവും. അതുകൊണ്ട് കൂടുതൽ നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് ഏകദേശം സോട്ടായി വരുന്നുണ്ട്. അപ്പോൾ അതിലോട്ടേക്ക് നമുക്ക് ഇതിൽ നിന്നൊരു ഇത്രയും സ്പ്രിംഗ് ഒനിയൻ ചേർത്ത് കൊടുക്കാം. ഇത്രയും സ്പ്രിംഗ് ഒനിയൻ നമ്മൾ ഇതിലോട്ടേക്ക് ചേർത്തിട്ടുണ്ട്. ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പും ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ ഇതൊക്കെ ഒന്ന് സോട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഈ കോൺഫ്ലവറും ഇതൊക്കെ ഈ കലക്കി വെച്ചിട്ടുള്ള വെള്ളം നമുക്ക്
ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, കോൺഫ്ലവർ ഉണ്ട്, സോയാ സോസ് ഉണ്ട്, ഉപ്പുണ്ട്, പിന്നെ വേറെ എന്താ ഉള്ളത്, ഇതൊക്കെ ചേർത്തിട്ട് നമ്മൾ വെള്ളത്തിൽ കലക്കി വെച്ചതാണ്. അപ്പോൾ ഇതിനെ നമുക്ക് അങ്ങോട്ടേക്ക് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടി വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതാ നിങ്ങൾക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷമുള്ള ഹൈ ഫ്ലെയിമിൽ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ മഞ്ചൂരിയൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ മഞ്ചൂരിയനാണ് ഇനി നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പം ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ചൈനീസൊക്കെ അവർ ചെയ്തെടുക്കുമ്പോൾ കണ്ടിട്ടില്ല, നല്ല ഇതാ ഇങ്ങനെ അവരുടെയൊക്കെ ഒരു പാത്രം ഉണ്ടാവും, ഒരു വാലുള്ള ഒരു പാത്രം ഉണ്ടാവുക, അതിനിങ്ങനെ ചുക്കൊന്നുണ്ടാക്കുക. അതുപോലെ ആക്കാൻ ഇപ്പോൾ നമ്മളിൽ ആ പാത്രമില്ല, അതുകൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് ചെയ്തെടുക്കേണ്ടതാണ്. അതുപോലെ അവരുടെയൊക്കെ ഒരു റൗണ്ടായിട്ടുള്ളൊരു എന്താണ് കയ്യിലുണ്ടാവും, വലിയൊരു ഇത്ര റൗണ്ടില്ല, അത് വെച്ച് ഇങ്ങനെ ആക്കുക. ഇങ്ങനെയല്ല ആക്കുക, അവർ ഇങ്ങനെ ചെയ്യാം. ഏകദേശം നമ്മുടെ ഗ്രേവി നല്ല തിക്കായി വരുന്നുണ്ട്. അപ്പോൾ അതിലോട്ടേക്ക് നമ്മുടെ മഞ്ചൂരിയൻ ബോൾസ് ഇട്ട് കൊടുക്കാം. എല്ലാ മഞ്ചൂരിയൻ ബോൾസും ഞാൻ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുവാണ്. 10 മഞ്ചൂരിയൻ ബോൾസ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കൂടുതൽ ഇളക്കാൻ പാടില്ല, ഇളക്കാതെ ഇങ്ങനെ ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് മിക്സ് ആയി കൊടുത്താൽ മതി. നമ്മുടെ സോയാ സോസിൻ്റെയും അതുപോലെ തന്നെ ബാക്കി എല്ലാ സോസിൻ്റെയും, അതായത് ഗ്രീൻ ചില്ലി സോസിൻ്റെയും റെഡ് ചില്ലി സോസിൻ്റെയും നമ്മുടെ എന്താണ് ടൊമാറ്റോ സോസിൻ്റെ ഒക്കെ ടേസ്റ്റ് ഒന്ന് ഇതിലോട്ടേക്ക് പിടിച്ച് വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഇങ്ങനെ ചെയ്യുന്നത്. ഒന്ന് ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നത്. ഇനി ഇതൊന്ന് ഡ്രൈ ആവുന്നവരെ നമുക്ക് വെച്ച് കൊടുക്കാം. ഈ ഒരു ഐറ്റം നിങ്ങൾക്കൊരു ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ലൊരിതാണ്. പൊറോട്ട, നാൻ, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പ്ലെയിൻ പൊറോട്ട, ചപ്പാത്തി, പൂരി, ഇതിൻ്റെ ഏതിൻ്റെ കൂടെയായാലും നമുക്ക് നല്ല നമ്മുടെ കേരള പൊറോട്ടയുടെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണിത്. ഇതാണ് നമ്മുടെ എന്താണ് പനീർ മഞ്ചൂരിയൻ. നല്ല പനീറൊക്കെ ഇട്ട് കുഴച്ചെടുത്ത് നമ്മുടെ ഏതിലാണ് കുഴച്ചെടുത്തത്? നല്ല കോണിൽ, സ്വീറ്റ് കോണിൽ കുഴച്ചെടുത്ത് ക്യാബേജും ഉള്ളിയൊക്കെ ചേർത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള എന്താണ് പനീർ മഞ്ചൂരിയൻ ആണ്, അല്ലെങ്കിൽ മിക്സ് വെജ് മഞ്ചൂരിയൻ എന്ന് പറയാം. പനീറിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ മിക്സ് വെജ് ആണ്, മിക്സ് വെജ് മഞ്ചൂരിയൻ എന്ന് പറയാം. ഇതൊരു പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടാണ്. ആർക്കെങ്കിലും നമ്മൾ എന്താണ് വെജിറ്റേറിയൻ ഐറ്റം ചെയ്യുന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റ് ഉണ്ട് എങ്കിൽ ഇതാ നിങ്ങളുടെ മുന്നിലേക്ക് ഇത് വെച്ച് തരികയാണ്. ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് 100 അല്ല 200% ഞാൻ ഉറപ്പ് പറയുന്നു, നിങ്ങൾക്കിത് വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കിയാൽ ഇഷ്ടപ്പെടും. ഇതിപ്പോൾ നിങ്ങളിപ്പോൾ ഇതിൻ്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഹോട്ടലിലാണെങ്കിൽ 200 രൂപ കൊടുക്കണം. ഇതിപ്പോൾ 350-400 രൂപയുടെ സാധനമാണ് ഹോട്ടലിലാണെങ്കിൽ, റെസ്റ്റോറൻറ്റിലാണെങ്കിൽ. അപ്പോൾ നിങ്ങൾക്കത് വെറും എത്ര ഒരു 30 രൂപ 35 രൂപ കൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഇത്. 400 രൂപയുടെ സാധനം വെറും 30-35 രൂപ കൊണ്ട്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആരെങ്കിലും നമ്മുടെ വ്യൂവേഴ്സിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. പിന്നെ കൂടാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫേസ്ബുക്ക് പേജും ഒന്ന് വിസിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും അടുത്ത് തന്നെ കാണാം. ബൈ. ഞാൻ ഒന്ന് ടേസ്റ്റ് കൂടി ചെയ്ത് കാണിക്കുകയാണ്. നല്ല കിടിലൻ മഞ്ചൂരിയനാണ് ഇതാ. നിങ്ങൾ കണ്ടോ? ഇല്ലേ, ഉൾഭാഗം കണ്ടോ? ഓക്കെ, ഞാൻ ഇതിൻ്റെ ഒരു ഭാഗം കൂടി ചേർത്ത് കഴിച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക്. നല്ല ചൂടാണ്. പൊളിച്ച് ഇത്രേ ഉള്ളൂ.